ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ടൊറാൻഡോ ഫ്രാസർ എന്ന് പറഞ്ഞൊരു MTBയുടെ ഒരു റിവ്യൂ ആണ്. ഈ വണ്ടിയുടെ റിവ്യൂ അധികം ആരും മലയാളത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതൊരു ബഡ്ജറ്റ് MTB ആണ്. അണ്ടർ 20,000 റുപ്പീസിൽ വരുന്നൊരു ബെസ്റ്റ് MTBകളിൽ ഒന്നാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീൽ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 29 ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഷാഡർ വാൾവാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് അതിൻ്റെ കാലിപ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ ലൊങ്കൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു കാലിപ്പറാണ്. പിന്നെ നമ്മുടെ വീല് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അലോയ് വീലാണ് വരുന്നത്. ടൊറൻഡോ എന്നുള്ളൊരു ബ്രാൻഡിങ്ങും അതിനകത്ത് കാണാം. പിന്നെ ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ ഹാർടെക്സിൻ്റെ ഒരു ടയറാണ്. ഇതിലും ഒരു ടൊറോണ്ടോ എന്നുള്ളൊരു ബ്രാൻഡിങ് കാണാം. പിന്നെ സസ്പെൻഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 mm ട്രാവലുള്ള ഒരു സസ്പെൻഷനാണ്. ലോക്കൗട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഹെഡ്സെറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നെക്കോ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് വരുന്നത്. പിന്നെ ഷിഫ്റ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഷിമാനോയുടെ ഒരു 7 സ്പീഡ് ഷിഫ്റ്ററാണ് വരുന്നത്. വി ബ്രേക്ക് എന്നൊക്കെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ബ്രേക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ പറയാൻ വിട്ടോയെന്ന് പറഞ്ഞാൽ ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. നട്ടും ബോൾട്ടും അല്ല. ഇതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. സൈക്കിൾ എവിടെയെങ്കിലും പഞ്ചറായി പോയാൽ എളുപ്പത്തിൽ നമുക്ക് വീൽ ഊരാൻ പറ്റും. ഫ്രണ്ടിൽ ക്വിക്ക് റിലീസാണ് വരുന്നത്. ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് 3 സ്പീഡ്. അതും ഷിമാനോ തന്നെയാണ്. പിന്നെ ഈ MTBയിൽ റിയറിലോട്ട് പോണ എല്ലാ കേബിളും ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. റിയർ ബ്രേക്കിൻ്റെയും റിയർ ഡിറെയിലറിൻ്റെയും ഫ്രണ്ട് ഡിറെയിലറിൻ്റെയും കേബിൾ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങാണ്. ഒരെണ്ണം അടിയിൽ കൂടെ പോയിട്ടുണ്ട്. ചില സൈക്കിളിൽ ബ്രേക്കിൻ്റെ കേബിള് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് ആയിരിക്കില്ല, ഗിയറിൻ്റെ മാത്രമേ ആയിരിക്കൂ. ഇതിലിപ്പോൾ എല്ലാം ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഇതാ ബോൾഡായിട്ട് ടൊറോണ്ടോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ മോഡൽ നെയിം ഫ്രൈസർ. പിന്നെ ഇതിൻ്റെ കളറ് ഏറ്റവും നല്ലൊരു എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറ് കണ്ടിട്ടാണ്. ഒരു റെഡും ഗ്രേയും ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത് 18.5 ആണ്. ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കുഷ്യൻഡായിട്ടാണ്. ബട്ട് ഓവർ നമുക്ക് അത്ര സുഖമൊന്നുമില്ല. പിന്നെ സീറ്റ് കാണാൻ ലുക്കുണ്ട്. അതിനകത്തും ടൊറോണ്ടോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ലോഗോയും കാണാം. ക്വിക്ക് റിലീസാണ് സീറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡിറൈലർ വരുന്നത് ടൂർണി എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഡിറൈലറാണ് വരുന്നത്. ഷിമാനോ ടൂർണി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡിറൈലറാണ് വരുന്നത്. പിന്നെ ക്രാങ്ക് വരുന്നത് പ്രത്യേകിച്ച് PLX അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നൊരു ക്രാങ്കാണ് വരുന്നത്. പെഡല് ഏതെന്ന് അറിയാൻ വയ്യ. പിന്നെ ഇതിൻ്റെ RD വരുന്നതെന്ന് പറഞ്ഞാൽ ഷിമാനോ ടൂർണിയാണ്. അതും ടൂർണിയാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഷിമാനോ ടൂർണി. ഈ ഗിയറിൻ്റെ ഗാർഡൊക്കെ നല്ല നീളത്തിലുള്ള ഗാർഡാണ്. ബേക്കിലൊരു 7 സ്പീഡിൻ്റെ ഫ്രീ വീല് കാണാം. അതിനകത്തൊരു ഇതും കാണാം. ബേക്കിലത്തെ വീലിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും ലോങ്കൻ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്കാണ്. അതിൻ്റെ കേബിൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ കേബിൾ പിന്നെ ഔട്ടായി പോണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആണ് വരുന്നത്. സൈക്കിളിൻ്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് വരുന്നത്. ഇവിടെ ഒരു വാണിംഗ് കാണാം. നെവർ റൈഡ് വിത്തൗട്ട് എ ഹെൽമെറ്റ്, ചെക്ക് ദ ബ്രേക്ക് ബിഫോർ എ റൈഡ്, ബി സേഫ്, ടൊറാൻഡോ.
ഡിസൈൻഡ് ഇൻ കാനഡ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാൻഡ് സത്യത്തിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ടൊറോണ്ടോ. ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാനഡയിൽ ആണ്. കാനഡയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ടൊറോണ്ടോ. അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബ്രാൻഡിന് ഈ ഒരു പേരിട്ടേക്കുന്നത്. ബോട്ടിൽ വെക്കാൻ ബോട്ടിൽ ഹോൾഡർ ഇല്ല, ബട്ട് ബോട്ടിൽ ഹോൾഡറിന് വേണ്ടി 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് ഞാൻ എടുത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് മാത്രമേ നമുക്കിത് വാങ്ങിക്കാൻ പറ്റൂ നിലവിൽ. ഞാൻ ഇത് വാങ്ങിയേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. ഷോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഔട്ട്.